ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ഒരു ദിവസം ശ്രീരാമലക്ഷ്മണന്മാർ സംസാരിച്ചുകൊണ്ട് തന്നെ പകലെല്ലാം കഴിഞ്ഞു. ചൂടും തണുപ്പും അധികമില്ലാത്ത വസന്തകാലം. നിശാദേവി പതുക്കെ പതുക്കെ വന്നെത്തി. സുഷുപ്തിയാർന്ന ജ്യേഷ്ഠാനുജന്മാർ സുപ്രഭാതത്തിൽ ഉണർന്ന് പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിച്ചു. പൗരകാര്യങ്ങൾ യഥാർത്ഥം അന്വേഷിക്കുവാൻ ആസ്ഥാനത്തിലേക്ക് തന്തിരുവടി എഴുന്നള്ളി. സിംഹാസനത്തിലിരിക്കുന്ന അവിടുത്തെ മുമ്പിൽ സുമന്ത്രർ വന്ന് താണു തൊഴുത്, പ്രഭോ, കൽപ്പന കാത്തുകൊണ്ട് ദ്വാരദേശത്തിൽ യതീവര്യന്മാർ കാത്തുനിൽക്കുന്നു. ഭൃഗുവംശജരായ അവർ ചൊവ്വനമാമുനിയെ മുൻനിർത്തിയാണ് വന്നിട്ടുള്ളത്. മഹാരാജാവിനെ കാണുവാൻ യമുനാ തീര നിവാസികളായ മഹർഷി ശ്രേഷ്ഠന്മാർ പ്രീതിയാർന്ന വദനത്തോടെ തിടുക്കുകയാണ്. സുമന്ത്രവചനം കേട്ട ധർമ്മസ്വരൂപി പെട്ടെന്ന് ഉത്തരമോദി, മഹാത്മാക്കളായ ഭാർഗവ പ്രമുഖന്മാരെ അതിവേഗത്തിൽ കൊണ്ടുവരൂ. ദുർദർശരായ തപോനിധികൾ ചൊവ്വന ബ്രഹ്മർഷിയെ അനുഗമിച്ച് 100-ലധികം എത്തിയിട്ടുണ്ട്. ഉഗ്ര തപസ്സുകൊണ്ട് അഗ്നി പോലെ ജ്വലിക്കുന്നവരാണ് അവർ. മഹാത്മാക്കളായ യതീന്ദ്രന്മാർ സർവ്വതീർത്ഥങ്ങളും നിറച്ച കുംഭങ്ങളും സ്വാദിഷ്ടങ്ങളായ കായ്ക്കനികളും രാജരാജന്റെ തൃപ്പാദങ്ങളിൽ ഉപഹാരമായി സമർപ്പിച്ചു. അമൂല്യ വസ്തുക്കളെ പോലെ അവയെ മുഴുവൻ സസന്തോഷം സ്വീകരിച്ച രഘുവരൻ മുനീന്ദ്രന്മാരോട് അരുളി ചെയ്തു, മഹാപുരുഷന്മാരായ ബ്രഹ്മഋഷിവര്യന്മാരെ, മികച്ച ഇരിപ്പിടങ്ങൾ ഇതാ. യഥാർത്ഥം ആസനസ്ഥരായാലും ദേവന്റെ അനുവാദപ്രകാരം രത്നനിർമ്മിതങ്ങളും മാൻതോൽ വിരിച്ചവയുമായ പീഠങ്ങളിൽ യഥായോഗ്യം ഇരുന്നു. ഏറ്റവും വിനീതനായി തൊഴുതുകൊണ്ട് രഘുവംശമണി ദീപമായ ആ പരപുരഞ്ജയൻ ചോദിച്ചു, ഭഗവാനെ, ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തുദ്ദേശിച്ചാണ്? അതിശ്രദ്ധയോടുകൂടി ഞാൻ ചെയ്യേണ്ടത് എന്താണ്? മുനിവരന്മാർക്ക് ആജ്ഞാപിക്കപ്പെടാവുന്നവനാണ് ഞാൻ. എന്നെ കൊണ്ട് കഴിയുന്ന ഏതൊരിഷ്ടവും സ്വൈര്യമായി ഏകുവാൻ സദാ സന്നദ്ധൻ. എൻ്റെ രാജ്യം മുഴുവനും എൻ്റെ ദേഹത്തിലുള്ള പ്രാണനും ഉത്തമ ദ്വിജന്മാർക്കുള്ളതാണ്. ഇത് സത്യം. യമുനാ നദി തീരവനങ്ങളിൽ ഉഗ്ര തപസ്സനുഷ്ഠിക്കുന്ന ആ ബ്രഹ്മഋഷി ശ്രേഷ്ഠന്മാർ, പാർത്തലത്തിലെ ധർമ്മത്തിന് താങ്ങായി നിൽക്കുന്ന ആ മഹാത്മാക്കൾ സന്തോഷ അശ്രുക്കൾ അണിഞ്ഞുകൊണ്ട് നിയന്ത്രണം വിട്ടു തന്നെ നന്ന് നന്ന് എന്ന് ഒച്ചമുഴക്കി. അതിശാന്തമായി തീർന്ന അന്തരീക്ഷത്തിൽ അറിയിച്ചു, നരോത്തമനായ രാമ, അങ്ങേക്കല്ലാതെ മറ്റൊരാൾക്കും യോജിക്കാത്ത വാക്കുകളാണ് പറഞ്ഞത്. അനേകമനേകം അർജന്മാർ മഹാബല പരാക്രമികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഭൂപന്മാർ ആരും തന്നെ കാര്യഗൗരവം ആലോചിച്ച് ആദ്യം തന്നെ സത്യം ചെയ്തിട്ടില്ല. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഒന്നും ആലോചിക്കാതെ നിഷ്കളങ്കമായ ബ്രാഹ്മണ ഭക്തിയിൽ അങ്ങ് സത്യം ചെയ്തു കഴിഞ്ഞു. കാര്യമെന്തും സഫലമാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസവുമുണ്ട്. യാതൊരു സംശയവുമില്ല. പെരിയ ഭയം തീർത്ത് ഋഷിമാരെ അങ്ങ് സംരക്ഷിക്കണം. മുനീന്ദ്രന്മാരുടെ വാക്കുകൾ കേട്ട കാകുൽസ്ഥൻ സസ്മിതം അരുളി ചെയ്തു, എന്താണ് ഈ എഴുന്നള്ളത്തിൻ്റെ കാര്യം? എന്തു തന്നെയായാലും പറയൂ. മഹാനുഭാവന്മാരായ നിങ്ങളുടെ ഭയം എന്തും തീരുന്നതാണ്. രഘുരാമന്റെ ചോദ്യം കേട്ട് സന്തുഷ്ടനായ ഭാർഗവമാമുനി തുടർന്നു, പാർത്ഥിവോത്തംസമേ, നാട്ടിൽ നിന്നുള്ള ഭയം എന്താണെന്ന് കേൾക്കൂ. രാജരാജ പണ്ട് കൃതയുഗത്തിൽ ലോലയ്ക്ക് മഹാബലശാലിയായ ഒരു പുത്രനുണ്ടായി. ദൈത്യപ്രമുഖനായ ആ ആദ്യ സന്താനത്തിൻ്റെ പേർ മധു എന്നാണ്. ബുദ്ധിസൗര്യമുള്ള ആ മഹാസുരൻ ബ്രാഹ്മണർക്ക് ശരണ്യനായിരുന്നു. വമ്പേറുന്ന വാനവരോട് അവന് ദൃഢമായ മൈത്രിയാണ് ഉണ്ടായത്. ധർമ്മത്തിൽ സുസ്ഥിര ചിത്തനായിരുന്നു. അനേകമായിരം ആണ്ടുകൾ അസുരേന്ദ്രൻ ശിവപ്രീതിക്ക് വേണ്ടി തപസ്സനുഷ്ഠിച്ചു. കൈലാസവാസിയായ മഹാദേവൻ സന്തുഷ്ടനായി വരമേകുവാൻ അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷനായി. ശ്രീ മഹാരുദ്രദേവൻ അവനെ കൊണ്ടാടിക്കൊണ്ട് അത്ഭുതമായ അനുഗ്രഹം ഏകി. ദിവ്യായുധമായ സ്വശൂലത്തിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു മഹാശൂലം വലിച്ചെടുത്ത് ദേവദേവൻ അരുളി ചെയ്തു, ഹേ അസുരോത്തമ, നിസ്തുല്യമായ ധർമ്മജീവിതവും കഠിന തപസ്സും എൻ്റെ സന്തുഷ്ടിക്ക് വേണ്ടി നീ ചെയ്തുവല്ലോ. ഞാൻ ഏറ്റവും തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത്യാഹ്ലാദത്തോടെ ഞാനിതാ നിനക്ക് ദിവ്യമായ ഒരായുധം തരുന്നു. ദേവന്മാരോടും ദ്വിജവരന്മാരോടും പിണങ്ങാത്ത നാൾ വരെ ഈ വരായുധം നിനക്ക് അനുഭവമായി തീരും. മറിച്ചാൽ ഈ ശൂലം മറയും. ശത്രുതയോടുകൂടിയ ഏതൊരുവനായാലും നിന്നോട് പൊരുതുവാൻ വന്നാൽ ഈ ദിവ്യായുധം അയാളെ ഭസ്മമാക്കി നിന്റെ കയ്യിൽ തന്നെ വന്നു ചേരും. സാഷ്ടാംഗം പ്രണമിച്ച മധു മഹാദേവനോട് തുടർന്നു, ഭഗവാനെ, ജഗത്തുക്കൾക്ക് ആധാരമായിട്ടുള്ളവനെ, അമേയ മാഹാത്മ്യമുള്ള ഈ ശൂലം എൻ്റെ വംശത്തിൽ എന്നെന്നും നിലനിൽക്കുവാൻ അനുഗ്രഹിക്കണേ. ഭഗവാനെ, സുരന്മാർക്കു കൂടി അവിടുന്നാണല്ലോ ആധാരം. സർവഭൂതേശ്വരനായ പരമശിവൻ ഇത്തരം അഭ്യർത്ഥിക്കുന്ന മധുവിനോട് ഈ മഹായുധം ആ വിധത്തിൽ പറ്റുകയില്ല. എന്നാൽ നീ അപേക്ഷിച്ചത് മുഴുവൻ
വെറുതെ ആക്കുന്നില്ല. നിന്റെ പുത്രൻ ഒരുത്തന് മാത്രം ഈ ശൂലം എൻ്റെ അനുഗ്രഹത്താൽ സ്വാധീനമായി തീരും. ഈ മഹായുധം നിന്റെ മകൻ്റെ കൈവശം ഇരിക്കുന്നിടത്തോളം കാലം ഏതൊരു ദേഹിക്കും അവൻ അവധ്യനായിത്തീരും. മഹാ ആശ്ചര്യകരമായ ഇത്തരം ഒരു വരം മഹാദേവനോട് വാങ്ങിയ മധു മണിമന്ദിരമൊന്ന് മിന്നിത്തിളങ്ങുന്നത് നിർമ്മിച്ചു. വിശ്വാവസുവിന് അനല എന്ന പ്രിയ പത്നിയിൽ ജനിച്ച കുംഭീനസി എന്ന ധന്യയാണ് മധുവിൻ്റെ സഹധർമ്മിണിയായി തീർന്നത്. ആ മധുരാംഗിയിൽ അസുരേന്ദ്രന് ഒരു ഉണ്ണി പിറന്നു. മഹാവീര്യനും ഘോരനും ദുരാശയനുമായ ലവണൻ എന്നു പേരാർന്ന ആ ബാലൻ ആദ്യം മുതൽക്കേ പാപകർമ്മങ്ങൾ ചെയ്യാനാണ് ഇഷ്ടപ്പെട്ടത്. പുത്രൻ്റെ ദുർനടപ്പുകൾ കണ്ട മധുവിന് കോപവും ഉണ്ടായി. എന്നാലും ആത്മജനോട് യാതൊന്നും പറഞ്ഞില്ല. നിയന്ത്രിച്ചിട്ടും പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മധു ശൂലം ലവണന് നൽകി വര മാഹാത്മ്യത്തെ അറിയിച്ച് പാർത്തടത്തിൽ നിന്ന് വിട്ട് വരുണാലയത്തിൽ അധിവസിച്ചു. സ്വന്തം ദുഷ്ടതയെ ഒന്നുകൂടി ഉദ്ദീപിപ്പിക്കുന്ന ശൂലവും കൂടി കിട്ടിയ ലവണൻ 3 ലോകങ്ങളെയും വിശിഷ്യ മുനിവര്യന്മാരെയും പീഡിപ്പിക്കുകയാണ്. അമിത ബലശാലിയായ ആ രാക്ഷസന് ഇത്തരത്തിലുള്ള മഹാദേവ ശൂലവും സ്വാധീനമാകുന്നു. ഹേ കാകുൽസ്ഥ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് ശരണമായിട്ടുള്ളത്, പ്രമാണമായിട്ടുള്ളത്. ഭയതരളിതരായ മഹർഷിമാർ അനേകം അരജന്മാരോടും അഭയമേകുവാൻ യാചിച്ചു. എന്നാൽ രക്ഷിതാവിനെ ഇന്നുവരെയും കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അപ്പോഴാണ് ത്രിലോകകണ്ടകൻ ദശാസിനെ വധിച്ച വർത്തമാനം അറിഞ്ഞത്. അങ്ങേക്കല്ലാതെ ഈ മഞ്ഞിടത്തിൽ മറ്റൊരു നരപതിക്കും ഞങ്ങളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. ലവണാസുരനാൽ ഭയപ്പെട്ട ഞങ്ങളെ കാക്കുവാൻ അപേക്ഷിക്കുന്നു. ശ്രീരാമ, ഞങ്ങൾക്ക് സംഭവിച്ച മഹാഭയം അറിയിച്ചു കഴിഞ്ഞു. ഇത് തടുക്കുവാനുള്ള കരുത്ത് അങ്ങേക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും. അഥവാ മഹാവിക്രമിയായ അങ്ങേക്ക് കഴിയാത്തത് എന്തുണ്ട്? ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.